ഈ മൂവീസിലില്ലേ റിയലിസം ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ മൂവീസിന് യാതൊരു വിലയില്ല. ഇവിടെ പഠിത്തത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. സിനിമയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. പക്ഷേ സിനിമ ഉണ്ടാകുന്ന എത്രയോ ഇമാജിനേഷനും തോട്ട് പ്രോസസ് എല്ലാം വേണം. പക്ഷേ ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് മിക്കവരും കോപ്പി അടിക്കുകയാണ്. ഈ വെസ്റ്റേൺ ആൾക്കാരാണ് ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ മിക്ക മൂവീസും കോപ്പി അടിക്കുകയാണ്. ശരിക്കും ഡെവലപ്പ് ചെയ്യുന്ന ഹോളിവുഡിൽ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. ഈ ഇപ്പം മൂവീസിൽ റിയലിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. രണ്ടും വേണം, രണ്ടും ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഫാന്റസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ല, ഈ റിയലിസം വരുമ്പോഴും മൂവീസിൽ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ മലയാളി ഓഡിയൻസ് ആണ് ഈ റിയലിസം ഡിമാൻഡ് ചെയ്യുന്നത്. പണ്ടത്തെ ഇതിലെന്ന് വെച്ചാൽ മൂവി ഇപ്പോൾ ഇമാജിനേഷൻ കൂടുന്നു, ഫാന്റസീസ് ഒക്കെ കൂടുതലായതുകൊണ്ട് ഇപ്പൊ റിയലിസം വന്നാൽ പോലും ആ സമയത്തൊക്കെ ഓഡിയൻസ് സിനിമയായിട്ട് കാണും. പക്ഷെ ഇപ്പൊ റിയലിസം വരുവാണെങ്കിൽ അവർ കൂടുതലും ലൈക്ക് ഇമോഷണലി കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ ആ സിനിമയിൽ പറയുന്ന ഏതെങ്കിലും പൊളിറ്റിക്സ് അവരുടെ എമ്പുരാനെ തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ. അങ്ങനെ അവരുടെ ഒരു ടേംസോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് നമ്മുടെ ഓഡിയൻസിന്. അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? സിനിമയായിട്ട് കാണുക, ആ രീതിയിലെടുക്കുക, അതാണ്. അല്ലാതെ അതിനെ ഈ രീതിയിലെടുക്കേണ്ട ഒരു ആവശ്യമില്ല. സിനിമയിൽ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. മലയാളി ഓഡിയൻസിന്റെ ഇവിടെ പല ഇപ്പൊ ജോൺ പോൾ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അറിയാം. ഞാൻ പുള്ളി പറഞ്ഞു, പുള്ളി ലോജിക്കാണ് നോക്കുന്നത്. മൂവീസിൽ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് മലയാളി ഓഡിയൻസ് ആണ് ഇങ്ങനെ നോക്കണം. ഈ ലോജിക്ക് വേണ്ടാന്ന് ഉദ്ദേശിക്കുന്ന ഈ പടയപ്പോൾ മൂവീസ് അല്ല. അത് ഒരു മണ്ടത്തുറ കാണിക്കണം, മുട്ടത്തുറ. പക്ഷെ വേറെ ഫാന്റസി മൂവീസ് ഉണ്ടല്ലോ കുറേ, ബാഹുബലി അങ്ങനെയുള്ള അങ്ങനത്തെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫാന്റസി. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ക്രിയേറ്റിവിറ്റി വളരെ കുറവാണ്. പിന്നെ എക്സാം സിസ്റ്റം അല്ല, ഈവൻ എൻട്രൻസ് എക്സാം പോലും ലോജിക് അനാലിസിസ് ഇമ്പോർട്ടൻസ് പ്രോബ്ലം സോൾവിങ്, അവിടെ ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യുന്നില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻഡ്യൂഷൻ സംഭവത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ പുതിയതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല അവിടെ. ഈവൻ MBA പോലെ IIM അല്ല, പണ്ട് അവർ ലെഫ്റ്റ് റൈ മാത്രം മെസ്സേജ് കൊണ്ടിരുന്ന. പക്ഷെ അവിടെയും ബിസിനസ്സിലാണെങ്കിലും പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടാവണം, പുതിയ ഇതുണ്ടെങ്കിൽ അവിടെയും ക്രിയേറ്റിവിറ്റി വേണം. ഇപ്പൊ ഒരു CEO ആവണമെങ്കിൽ ലെഫ്റ്റ് ബ്രെയിൻ ആവേണ്ടത്. പക്ഷെ മാർക്കറ്റിങ്ങിന് വേണ്ട റൈറ്റ് ബ്രെയിനാണ്. ക്രിയേറ്റിവിറ്റി. അപ്പൊ ലെഫ്റ്റും റൈറ്റ് രണ്ടും വേണം. പക്ഷെ ഭൂരിഭാഗം ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും എല്ലാം ലോജിക് ഓറിയന്റഡാണ്. അതുകൊണ്ട് വളരെ റിജിഡാണ്, വളരെ നാരോ പാത്താണ്. ഇത് പൊട്ടിച്ച് പോകുമ്പോഴാണ് ഫ്രീഡം വരുന്നത്. ഇമാജിനേഷൻ ഇപ്പം പ്രൊഫഷണൽ കോഴ്സ് എല്ലാം ഭയങ്കര, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് വളരെ ഫ്രീഡം ഇല്ല. പക്ഷെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോകുമ്പോൾ നമുക്ക് ഫ്രീഡം ഉണ്ട്. കാരണം അത് ഇമാജിനേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.